നമ്മളെ സജീഷ് ചെറിയാൻ പറഞ്ഞ പോലെ ഏതോ ഒരു കുടച്ചക്രത്തിന്റെ ബില്ല് പാർലമെന്റിനകത്ത് ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ പാസ്സാക്കി. ആ പാസ്സാക്കിയ ഗവൺമെന്റിനെതിരെ വിമർശിക്കുന്നതിന് പകരം ഇപ്പൊ എല്ലാവരും കുറെ തലയെക്കെട്ടും മൊയ്ലാറും കാര്യങ്ങളൊക്കെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്ന രാഹുൽ ഗാന്ധിക്കെതിരെയാണ്. രാഹുൽ ഗാന്ധി സംസാരിച്ചിട്ടില്ലേ, രാഹുൽ ഗാന്ധി അവിടെ ഇല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പൊ പൊട്ടിക്കരയുന്നത്. ആ മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മുഴുവൻ ഈ രാജ്യത്ത് ഉടനീളം ഓടി നടന്ന് ചെയ്യുന്നുണ്ട്. അതൊന്നും ആരും കാണുന്നില്ല. പിന്നെ നമുക്കൊക്കെ സത്യങ്ങൾ മറച്ചു വെക്കാൻ കഴിയില്ലല്ലോ. ആ മനുഷ്യൻ ഏതെങ്കിലും ഘട്ടത്തിൽ സഭ സമ്മേളിക്കുന്ന സമയത്ത് അത് പ്രസംഗിക്കാൻ എഴുന്നേക്കുമ്പോൾ തന്നെ ഭരണപക്ഷത്തിൽപ്പെട്ടവരൊക്കെ അത് അലങ്കോലപ്പെടുത്തി തടസ്സപ്പെടുത്തി അദ്ദേഹത്തെ എന്താ പറയുക സംസാരിക്കാൻ അനുവദിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുന്ന സത്യാവസ്ഥയൊക്കെ നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. ദൃശ്യമാധ്യമങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. എന്നാൽ അതൊന്നും മനസ്സിലാക്കാത്ത ഇവറ്റകളെ തലക്കകത്ത് എന്താ ഉള്ളതെന്ന് എനിക്കറിയില്ല. ഇപ്പോഴും രാഹുലിന്റെ പുറകിലാണ് നടക്കുന്നത്. ആ മനുഷ്യനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മുഴുവൻ ചെയ്യുന്നില്ലേ? പിന്നെ ആ മനുഷ്യൻ ഒറ്റ ഒരുത്തം വിചാരിച്ചതുകൊണ്ട് കാര്യങ്ങൾ എന്തെങ്കിലും നടക്കുമോ? നടക്കുന്നില്ല. രാജ്യം അങ്ങനെയല്ലേ? ഫാസിസം പിടിമുറുക്കിയ ഒരു സ്ഥലത്താണ് ആ മനുഷ്യൻ ഒറ്റയാൾ പോരാട്ടം നടത്തുന്നത്. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയെങ്കും വേണ്ടേ ഈ വർഗത്തിന്? എന്നിട്ട് എപ്പോഴും കുത്തിക്കുറിക്കുമ്പോൾ ഈ പാസ്സാക്കിയ സർക്കാരിനെതിരെയോ അല്ലെങ്കിൽ BJPക്കെതിരെയോ പറയാതെ ഉടനെ രാഹുല് പ്രിയങ്ക സൗകര്യമില്ല. മനസ്സിലായ ചെയ്യാൻ വേണ്ടി. അല്ലെങ്കിൽ ആ മനുഷ്യൻ സംസാരിക്കാൻ എഴുന്നേൽക്കുമ്പം അദ്ദേഹത്തിന്റെ സംസാരത്തെ പോലും തടസ്സപ്പെടുത്തുന്നതൊന്നും ഇവരാരും കാണുന്നില്ല. എന്നിട്ട് കൃത്യമായിട്ട് കോൺഗ്രസ് പാർട്ടി ഒരു നിലപാട് സ്വീകരിച്ചതാ. ഈ വിഷയം പാർലമെന്റിനകത്ത് സംസാരിക്കാൻ രാഹുൽ എഴുന്നേറ്റ് കഴിഞ്ഞാൽ തടസ്സപ്പെടുത്തും. അപ്പൊ ഇതിന്റെ കാര്യങ്ങളും ഇതിന്റെ മെറിറ്റിന്റെ വശങ്ങളും ലോകത്തിന് അറിയാൻ പറ്റത്തില്ല എന്നത് കൊണ്ട് തന്നെ പാർലമെന്റിലെ പ്രതിപക്ഷത്തിന്റെ ഉപനേതാവായ ഞങ്ങളുടെ മണിപ്പൂരിലെ MP ചുമതലപ്പെടുത്തി. ആ വ്യക്തി ആ മനുഷ്യന് കൃത്യമായിട്ട് ലോകത്തിന് മനസ്സിലാകുന്ന ഭാഷയിൽ രാജ്യത്തിന് മനസ്സിലാകുന്ന ഭാഷയിൽ കൃത്യമായിട്ട് തന്നെ സ്പീക്കറെ മുഖത്ത് നോക്കി കാര്യങ്ങൾ സംസാരിച്ചിട്ടുമുണ്ട്. അത് രാജ്യത്ത് മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ ലോകത്തുള്ള മലയാളികളും മറ്റ് ഉത്തരേന്ത്യൻ സ്റ്റേറ്റുകാർ പോലും അത് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. അത്രമാത്രം ഗൗരവത്തിലാണ് പാർട്ടി വിഷയം ഏറ്റെടുത്തിട്ടുള്ളത്. എന്നിട്ട് അതൊന്നും എവിടെയും കാണുന്നില്ല. അത് എന്താ അങ്ങനെ പാർട്ടി തീരുമാനിക്കാനുള്ള സാഹചര്യം? കാരണം എന്താ വെച്ചാൽ രാഹുൽ പ്രസംഗിക്കാൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു പക്ഷെ തടസ്സപ്പെടുത്തുമ്പോൾ ഇത്തരം വിഷയങ്ങൾ സമൂഹത്തിന്റെ മുമ്പിലേക്ക് എത്തിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് പാർട്ടി അത്രയും കൃത്യമായിട്ട് സൂക്ഷ്മതയോടെ ഒരു നിലപാട് സ്വീകരിച്ചത്. ആ നിലപാടിനെ അഭിനന്ദിക്കുന്നതിന് പകരം രാഹുലിന്റെ പിറകിൽ നടക്കുക. ആരായി പറയുന്നത്? രാഹുലിനെ പരാജയപ്പെടുത്താൻ വേണ്ടി ഇല്ലാതെ പച്ച കളവുകൾ ഈ നാട് മുഴുവൻ പറഞ്ഞ് നടത്ത വിവരം കെട്ടവരാണ് ഇപ്പൊ രാഹുൽ ശബ്ദിച്ചില്ലേ എന്നും പറഞ്ഞിട്ട് നടക്കുന്നത്. ഈ ഉളുപ്പ് വേണം, ഉളുപ്പ് കേട്ടാ. കോൺഗ്രസിന് ഒരൊറ്റ മുഖേ ഉള്ളൂ. ആ മുഖം രാജ്യത്തെ സംരക്ഷിക്കാൻ ഫാസിസത്തെ തച്ചുടക്കുക എന്നുള്ളതാ. ആ നിലപാടുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. അത് രാഹുൽ തന്നെ പറയണമെന്നില്ല. കോൺഗ്രസിൽ കഴിച്ച് 90 MP വേറെയുണ്ട്. അത് ഏത് MP പാർലമെന്റിനകത്ത് പറയുന്നത് കോൺഗ്രസിന്റെ നിലപാടാ. അത് രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുക്കുന്ന പ്രസ്ഥാനത്തിന്റെ നിലപാടാ. അത് അവിടെ പറഞ്ഞാൽ പോരെ. പിന്നെ അതിനപ്പുറത്തേക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഇപ്പൊ രാഹുൽ ഗാന്ധി തോക്കെടുത്ത് പോയിട്ട് ഇപ്പൊ ഭരണപക്ഷത്തിന്റെ എല്ലാ MP വെടിവെച്ചു കൊള്ളണമെന്നാണ് നിങ്ങൾ പറയുന്നത്. അറിയോ? പിന്നെ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവില്ല. പാർലമെന്റിൽ 288 സീറ്റുള്ള അവരത് ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ അത് പാസ്സാവുന്നുള്ള കാര്യം ആർക്കും ഇവിടെ അറിയാത്തത്? എന്നിട്ടും ആ മനുഷ്യൻ ഈ NDAയിലെ ഘടകകക്ഷിയെ അടർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞ 24 മണിക്കൂർ അദ്ദേഹം കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതൊന്നും ആരും കാണുന്നില്ല. വേഗത ചാഞ്ഞമലോ ഓടിയങ്ങ് കയറാലോ. തന്റെ ഇടവും നട്ടലും ഉണ്ടെങ്കിൽ അത് പണയപ്പെടുത്താതെ വളക്കാതെ BJPക്കെതിരെ ശബ്ദിക്കണോ നിങ്ങൾ? കുറെ തലക്കെട്ടും കെട്ടിയിട്ട് ഏതോ ഒരുത്തന്നെ തലക്കെട്ടും കൊണ്ടിട്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ചെയ്യാൻ കണ്ട്. ഉളുപ്പ് വേണം, ഉളുപ്പ് കേട്ടാ. എന്ത് തെറ്റി ഭരണപക്ഷി എന്ത് തെറ്റിയില്ല. ഉടനെ രാഹുൽ പ്രിയങ്ക. പിന്നെ ആരോ പറഞ്ഞു പ്രിയങ്ക ഗാന്ധി സഭയിലില്ല. ഈ സഭയിലില്ല എന്നുള്ള കാര്യം ഒരാഴ്ച മുമ്പ് തന്നെ സ്പീക്കർക്ക് കത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ചികിത്സാ സംബന്ധത്തിൽ പ്രിയങ്ക ഗാന്ധിയുടെ കുടുംബത്തിന് ചികിത്സാ സംബന്ധം വിദേശ രാജ്യത്തേക്ക് പോകുന്നത് കൃത്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ. അത് അനുവദിച്ചിട്ടുമുണ്ട്. പിന്നെ ഈ ബില്ല് ചർച്ചയ്ക്ക് വരും എന്നുള്ള കാര്യം പ്രിയങ്ക മനസ്സിലാക്കിയിട്ടില്ല, പാർട്ടി അറിഞ്ഞിട്ടില്ല. ഇത് പെട്ടെന്നാണല്ലോ ഇതൊക്കെ കൊണ്ടുവരുന്നത്. 16 മണിക്കൂർ അർദ്ധരാത്രി ഉറക്കഴിഞ്ഞിട്ട് പോലും ഈ ഞങ്ങളുടെ MP മുഴുവൻ അവിടെ ഉണ്ട്. എന്നിട്ട് അതൊന്നും കാണുന്നില്ല. കാണാണ്ട് BJPക്ക് അനുകൂലമായിട്ട് തരത്തിൽ പോലെ രാഹുൽ ഗാന്ധി രാജ്യത്തെ പ്രധാനമന്ത്രിയാ? രാഹുൽ ഗാന്ധി ഇത് പാസാക്കിയത് അറിയാ? എന്തെങ്കിലും ഒന്നറിയണം. രാജ്യത്തിന്റെ നിയമവ്യവസ്ഥ പഠിക്കാൻ വേണ്ടി നോക്കുക. അതൊക്കെ കഴിച്ചു വെച്ചിട്ട് ഈ പോസ്റ്റിട്ടോനോടാണ് ഞാൻ പറയുന്നത് കേട്ടാ. അല്ലാതെ എന്തിനും ഏതിനും രാഹുലിന്റെ പേരിലേക്ക് നിങ്ങൾ സൈക്കിളത്ത് വരാൻ നിൽക്കേണ്ട. നിങ്ങളൊന്നും തിട്ടൂരത്തനുസരിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടിയല്ല ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അത് മനസ്സിലാക്കിക്കോ. അതിനൊരൊറ്റ ഐഡിയോളജിയേ ഉള്ളൂ. ആ പാർട്ടി രാജ്യം ഉണ്ടാക്കിയതാ. എന്താണ് 55 വർഷക്കാലം ഈ രാജ്യം ഭരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായിട്ടുണ്ടോ? കോൺഗ്രസ് പാർട്ടി ഭരിക്കുമ്പോൾ ജാതിയോ മതമോ വർഗമോ എന്തെങ്കിലും ഞങ്ങളുടെ നേതാക്കന്മാരോ ഞങ്ങളുടെ പ്രവർത്തകരോ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളൊക്കെ സുഖമായി ജീവിച്ചില്ലേ? പിന്നെ ഈ പാർട്ടി ഈ സംഘപരിവാർ ആരാണ് അധികാരത്തിൽ കൊണ്ടുവന്നത്? ആരാണ് അവർക്ക് പിന്തുണ കൊടുത്തത്?
2 സീറ്റുള്ള സംഘപരിവാറിനെ അധികാരത്തിലേക്ക് കൊണ്ടുവരാൻ പ്രയത്നിച്ച പാർട്ടിയല്ലേ കേരളം ഭരിക്കുന്നത് അല്ലേ? എന്നിട്ട് അവന്റെ ഏതൊരു MP-മാർ പ്രസംഗിക്കുമ്പോൾ അത് വലിയ പൊക്കി പിടിച്ചിട്ട് ഇത് ബ്രിട്ടാസ് പറഞ്ഞില്ലേ, ഇത് പാർലമെന്റിൽ CPM-ന്റെ MP-മാർ പറഞ്ഞില്ലേ? ആരാണോ ഈ സംഘപരിവാറിന്റെ കയ്യിലേക്ക് അധികാരം വിട്ടുകൊടുത്തത്? അതെയോ 2004 പച്ചക്കളവുകൾ ഇല്ലാതെ അഴിമതി ഉണ്ടാക്കി രാജ്യത്തെ മുഴുവൻ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് സംഘപരിവാറിന് അധികാരം ഉണ്ടാക്കി കൊടുത്തിട്ട് ഇപ്പം കടന്ന് മോങ്ങുക. രാഹുൽ പറഞ്ഞിട്ടില്ലേ, പ്രിയങ്ക സൗകര്യമില്ല പറയാൻ വേണ്ടി. മനസ്സിലായോ? നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടിയല്ല കോൺഗ്രസ്. ഞങ്ങൾക്കറിയാം, ഞങ്ങളുടെ നേതാക്കൾക്കറിയാം ഇവനെ എങ്ങനെ എതിർക്കണം എന്നുള്ള കാര്യം. പിന്നെ കുറെ മാധ്യമ ഹിജടകള് രാഹുലിന്റെ പറകിൽ മേക്കും, രാഹുലെത്തിയില്ലേ, മറ്റോളെത്തിയില്ലേ. നിങ്ങളിപ്പോ കഴിഞ്ഞ 20 വർഷമായില്ലോ ഞങ്ങളെ പാർട്ടിയാണെന്ന് തുടങ്ങിയിട്ട്. ഞങ്ങളെ പൂടക്ക് തൊടാൻ പറ്റിയിട്ടുണ്ടോ നിങ്ങൾക്ക്? മാധ്യമങ്ങൾക്ക് ഉണ്ടോ? ഇനിയും നിങ്ങൾ ആ പണി തുടര്. ഞങ്ങൾ നിങ്ങളെ താരാട്ട് പാട്ട് കെട്ടിയിട്ട് പ്രവർത്തിക്കുന്ന പാർട്ടിയൊന്നുമല്ല. ബ്രിട്ടീഷുകാരുടെ മുമ്പിൽ ഞങ്ങൾ നട്ടല് പണയപ്പെടുത്തിയിട്ടില്ല. അറിയോ നിങ്ങൾ? ആ പാരമ്പര്യ ഈ പ്രസ്ഥാനം അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ. കളവുകൾ പറഞ്ഞൊരു കൊട്ടാരം ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഏത് തമ്മാടി ഗവൺമെന്റ് വന്ന് തമ്മാടി നിലപാട് സ്വീകരിച്ചിട്ടും അത് മുഴുവൻ ഭരണപക്ഷത്തിന്റെ അത് കോൺഗ്രസിന്റെ വേടിയിലേക്ക് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ പറകിലേക്ക്. ഉളുപ്പ് വേണം നിങ്ങൾക്ക്, ഉളുപ്പ്. പറയുന്നത് വല്ല ലോജിക്ക് വേണ്ടേ? കൃത്യമായിട്ട് 24 മണിക്കൂർ പാർലമെന്റിനകത്ത് ഈ രാജ്യത്തിന് വേണ്ടി സംഘപരിവാറിനോട് വിട്ടുവീഴ്ചയില്ലാതെ നിലപാട് സ്വീകരിക്കുന്ന ഒരു പാർട്ടിയുടെ നേതാവിനെ പറ്റിയാ പറയുന്നത്. ബില്ല് പാസ്സാക്കിയപ്പോ അതിൽ രാഹുൽ സംസാരിച്ചിട്ടില്ലേ, പ്രിയങ്ക അവിടെ ഉണ്ടായിട്ടില്ലേ എന്ന് പറയും. രാഹുൽ സംസാരിച്ചിട്ടില്ലെങ്കിൽ ഈ ബില്ല് പാസ്സാവൂല. സംസാരിച്ചാല് ഉളുപ്പ് കെട്ട വർഗങ്ങൾ. ഇനിയും നിങ്ങൾ സംഘപരിവാറിനെ താലോലിക്ക്, സംഘപരിവാറിന്റെ അധികാരത്തിലേക്ക് വീണ്ടും ചാൻസ് ഉണ്ടാക്കി കൊടുക്ക്. എന്നിട്ട് മൂങ്ങുക. എന്ത് പറയുമ്പോൾ രാഹുൽ കോൺഗ്രസ്. എന്താ ഞങ്ങൾ വേണ്ടത്? ഞങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങളോട് കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നില്ലേ? ഓരോരോ ഘട്ടത്തിലും പറയുന്നില്ലേ നിങ്ങൾ? പിന്നെ ജനങ്ങൾക്ക് വേണ്ടാതെ എന്താ രാഹുലിന് മാത്രം ഇത് വേണ്ടു, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർക്ക് മാത്രം ഇത് വേണ്ടു? ജനാധിപത്യത്തിന്റെ തൂണ പോലും ഉറക്ക പിടിച്ച മാധ്യമങ്ങൾ തെമ്മാടിത്തരം പറയാനും പച്ചക്കളവുകൾ പറയാനും രാജ്യത്തെ മുച്ചോട് മുടിപ്പിക്കുന്നതിനും സംഘപരിവാറിന്റെ കയ്യിലേക്ക് ഈ അധികാരത്തെ എത്തിച്ചു കൊടുക്കാനും എന്താ പറയുക മാമാപ്പണിയുടെ മാധ്യമങ്ങളാണ് നിങ്ങൾ രാജ്യത്തിന്റെ നെടുന്തൂണല്ല, രാജ്യത്തിന്റെ അന്തകരാ നിങ്ങൾ. നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണമെന്നും ഞങ്ങൾ ഇത് പുകറ്റി പറയണമെന്നും ഞങ്ങൾ പറയുന്നില്ല. പക്ഷെ ഇത് സത്യങ്ങൾ വിളിച്ച് പറയാനുള്ള മാന്യത നിങ്ങൾ കാണിക്കണം. സത്യങ്ങൾ മാത്രം പറയാനുള്ളത്. മനസ്സിലായോ? രാവിലെ എഴുന്നേറ്റ വരും ഇങ്ങോട്ട് കുറെ എണ്ണം. രാഹുൽ എന്താ ചെയ്യുന്നത്? പ്രിയങ്ക എവിടെയാ പെടുത്തത്? പ്രിയങ്ക എവിടെയാ കൂടിയാ പോയത്? രാഹുൽ എവിടെയാ പോയത്? ഇത് നോക്കിയിട്ട് എന്നെ ഈ രാജ്യത്ത് കൊള്ളയടിക്കുന്ന ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങൾ ഏതെങ്കിലും ഒന്ന് പറയുന്നുണ്ടോ നിങ്ങൾ? പച്ച മനുഷ്യന്മാരെ ജാതിയുടെയും മതത്തിന്റെ പേരും വെട്ടിക്കൊന്ന് തള്ളുമ്പോ അതിനൊന്നും ശബ്ദിക്കുന്നുണ്ടാണോ നിങ്ങൾ? പറ നിങ്ങൾ. എന്നിട്ട് ഈ അധികാരത്തില്ലാതെ ഒരു പാർട്ടിയെ പറകിൽ ഏത് കാലം തുടങ്ങിയതാണോ നിങ്ങളിത്? ഇപ്പോഴും നിങ്ങൾക്ക് അടക്കി നിൽക്കറ. എന്നിട്ട് ഏതൊരു ഫാസിസം നടക്കാവുന്ന ഗവൺമെന്റ് ഒരു ബില്ല് കൊണ്ടാൽ കുറച്ചക്കത്തിന്റെ ബില്ലങ്ങ് പാസ്സാക്കിയപ്പോ അതും പഴുതേച്ചും കോൺഗ്രസിനും രാഹുലിനും. കേട്ടാ വിചാരിക്കും ഇപ്പൊ ഞാൻ കോൺഗ്രസ് ഭരിക്കുന്നത്, UP ഗവൺമെന്റാ ഭരിക്കുന്നത്, രാഹുല പ്രധാനമന്ത്രി, രാഹുല ഇതങ്ങ് പാസ്സാക്കിയെന്ന ഇവന്റെ ഒക്കെ വർത്താനം കേട്ടാ വിചാരിക്കുക. എന്തെങ്കിലും ഒരു ബോധം വേണം. അല്ലെങ്കിൽ രാജ്യത്ത് നടക്കുന്ന വസ്തുത എന്താണെന്ന് മനസ്സിലാക്കണം. സാമാന്യ ബുദ്ധിയം ഉണ്ടാക്കിയെടുക്കണോ നിങ്ങൾ? എന്നിട്ട് ആ പാർലമെന്റിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താന്ന് എന്താ പറയണ്ടേ ഉത്തരേന്ത്യ സ്റ്റേറ്റിലെ ടെലിവിഷൻ ചാനലൊന്നും നോക്ക് പോയിട്ട്. അല്ലാതെ കേരളത്തിലെ നാറി മാധ്യമങ്ങൾ പറയുന്നത് പോലെയല്ല. ഇന്നലെ രാവിലെ തൊട്ട് ഉച്ചവരെ എന്താ പ്രചരിപ്പിച്ചത്? രാഹുൽ സഭയിലില്ല. ഇവന്റെയൊക്കെ ഞാൻ പറയുന്നില്ല. രാഹുൽ മുമ്പ് സീറ്റിലില്ലടോ. KC വേണുഗോപാൽ തൊട്ടടുത്ത ആരും അവിടെ ഇരുന്നത്. അല്ലെങ്കിൽ ഈ വിഡ്ഢികൾ രാജ്യസഭ പോയി നോക്കിയിട്ടുണ്ടാവും. ഇവര് ലോകസഭയിലാണെന്നുള്ള കാര്യം ഈ വിഡ്ഢികൾക്ക് അറിയില്ല. എന്നിട്ട് ഇപ്പോഴും കുറെ കുത്തിക്കുറിച്ചിട്ട് ഫേസ്ബുക്കിൽ അങ്ങ് കുറെ തലയെക്കെട്ടും കെട്ടി വന്നിട്ട് ഇവന്റെ ഒക്കെ സീറ്റുമല്ല ഇപ്പൊ രാഹുൽ ജീവിക്കുന്നത് അല്ലെങ്കിൽ കോൺഗ്രസിനെ പ്രവർത്തിക്കുന്നത്. ഇന്ത്യയൊക്കെ താരാട്ടുപാട്ട് കിട്ടിട്ട് കണ്ണ് പോയാലേ കണ്ണിന്റെ കാഴ്ച അറിയണോ? 58 വർഷക്കാലം നീയൊക്കെ സുഖമായി ജീവിച്ച് അത് കോൺഗ്രസും ഈ രാഹുൽ പ്രധാനം ചെയ്ത പ്രസ്ഥാനം ഉള്ളത് കൊണ്ടാ. അത് മനസ്സിലാക്കിക്കോ കേട്ടാ. ഇപ്പൊ ആ പാർട്ടി പുറത്തു പോകുമ്പോഴേക്ക് അതിന്റെ അനുഭവം ഇന്ത്യ രാജ്യം മുഴുവൻ അനുഭവിക്കുന്നുണ്ട്. മനസ്സിലായോ? ഇവിടെ നിയമവാഴ്ചയുള്ള ഒരു രാജ്യത്ത് ഇപ്പൊ നിയമങ്ങളുണ്ടോ? അന്ന് കോൺഗ്രസ് ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒന്ന് വിലകേറി കഴിഞ്ഞാൽ ഇവിടെ മനുഷ്യ ചങ്ങല, കാൽനടക്ക ചങ്ങല, മറ്റു ഉളക്ക ചങ്ങല എന്നും പറഞ്ഞിട്ട് കുറെ സമരവും കുറെ ബഹളവും അടിച്ചു പൊളിക്കലും ഒക്കെ. ഇപ്പം ഈ 10-15 വർഷമായിട്ട്
ഈ രാജ്യത്തെ മുച്ചൂട് മുടിപ്പിച്ച് സർവത്ര മേഖലയിൽ വില വർദ്ധിപ്പിച്ച് സെൻട്രൽ ഗവൺമെന്റ് തെറ്റായ നയങ്ങൾക്കെതിരെ ഏത് കോണത്തിലാണ് ഒരു സമരം നടത്തിയതെന്ന് പറയാൻ എല്ലാവരും BJP ബലിക്കും നമ്മൾ ബലിക്കും എന്ന് പറഞ്ഞ് നടക്കുന്നില്ലേ? എത്ര സമരം ചെയ്ത് സെൻട്രൽ ഗവൺമെന്റിനെതിരെ നിങ്ങളൊക്കെ ഈ മറ്റുള്ള പാർട്ടിക്കാർ? കോൺഗ്രസ് ഭരിക്കുമ്പോൾ 900,000 പാർട്ടികളുണ്ടല്ലോ, ഓരോരുത്തരുടെ വായില ഇങ്ങനെയാണല്ലോ അല്ലെ? ആ മൻമോഹൻ സിംഗിനൊക്കെ പറയാതെ തെറികളുണ്ടാണോ ആ മനുഷ്യനൊക്കെ? ലോക രാജ്യങ്ങൾ സാമ്പത്തികപരമായിട്ട് തകർന്നടിയുമ്പോ ഇന്ത്യ രാജ്യത്ത് ഒരു പോറൽ പോലും മേൽക്കാതെ സാമ്പത്തിക ഭദ്രതയോടെ പിടിച്ചു നിർത്തിയ ആ മൻമോഹൻ സിംഗിനെ പോലും ഉളുപ്പില്ലാതെ നാണമില്ലാതെ ഇവിടുത്തെ കുറച്ചറ്റ മാധ്യമങ്ങൾ അടക്കം പച്ചക്കളവ് പ്രചരിപ്പിച്ചിട്ടില്ലേ? ഈ രാജ്യം മുഴുവൻ അഴിമതിയാണ്, സ്പെക്ട്രം അഴിമതി, മറ്റേ ട്രെയിൻ റെയിൽവേന്റെ വകുപ്പ് മന്ത്രിക്കെതിരെ അഴിമതി മുഴുവൻ പറഞ്ഞില്ലേ നിങ്ങൾ? എന്നിട്ടോ ഈ നാറിയ ഗവൺമെന്റ് വന്ന ശേഷം ആ അഴിമതിയെ പറ്റി അന്വേഷിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? അവസാനം രാജ്യത്തിന്റെ പരമോന്നത കോടതിക്ക് എന്താ പറയേണ്ടി വന്നത്? രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായിട്ട് ഇതൊക്കെ കെട്ടുകഥകൾ ഉണ്ടാക്കി കളവ് പ്രചരിപ്പിച്ചെന്ന് പറഞ്ഞിട്ട് ആ കേസിന്റെ മുഴുവൻ ഫയലുകളും വലിച്ചു കയറി കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിഞ്ഞിട്ടില്ലേ? എന്തെങ്കിലും സ്പഷ്ടമായി എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? ആരാ ഈ രാജ്യത്ത് പ്രചരിപ്പിച്ചതേനു? കോൺഗ്രസാ? അതെയോ? നിങ്ങളൊക്കെ കൂടി തന്നെയല്ലേ? എന്നിട്ട് അങ്ങനെ കളവ് പറഞ്ഞിട്ട് ഒരു ജനാധിപത്യത്തെ മതനിരപേക്ഷത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സർക്കാരിന്റെ താഴെ ഇറക്കിയിട്ട് ഇപ്പൊ BJPന്റെ അടി കിട്ടിയുമ്പോ രാഹുൽ പ്രസംഗിച്ചില്ലേ, കോൺഗ്രസ് പറഞ്ഞിട്ടില്ല, മറ്റേ പറഞ്ഞ സൗകര്യമില്ല അനുഭവിക്കും. നിങ്ങൾ അനുഭവിക്കും. ഇവിടെ കോൺഗ്രസ്സുകാർക്ക് മാത്രമൊന്നുമില്ല ജീവിക്കണ്ട, ഇത് ഞങ്ങൾ മുന്നേ പറഞ്ഞിട്ടുണ്ട് കേട്ടാ. അതുകൊണ്ട് തൻ്റെ നട്ടലും ചോറാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺഗ്രസിന് രാഹുലിനെ മാറ്റി അങ്ങോട്ട് വെക്ക്. ഈ ഫാസിസം നടപ്പാക്കുന്ന ഗവൺമെന്റിനെതിരെ ഒരു വരിയെങ്കിലും മതി പോസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്ക് കേട്ടാ. അല്ലാതെ ഇങ്ങോട്ടുണ്ടാക്കാൻ വേണ്ടി വരണ്ട. ഏതോനായാലും കേട്ടാ. വഖഫായാലും കുക്കഫായാലും ഞങ്ങൾക്ക് അത് വിഷയമല്ല. പക്ഷെ ഞങ്ങളുടെ പ്രസ്ഥാനത്തെ, ഈ രാജ്യമുണ്ടാക്കിയ പ്രസ്ഥാനത്തെ, ഈ രാജ്യത്തിന് വേണ്ടി മരിച്ചു വീണ കുടുംബത്തിലെ ഇളം തലമുറയെ ഒരു ലജ്ജയുമില്ലാതെ ഒരു നാണവുമില്ലാതെ അവരുണ്ടാക്കി തന്ന സ്വാതന്ത്ര്യം വലിച്ചു കയറ്റിക്കൊണ്ട് അവർക്കെതിരെ കുറയ്ക്കുകയാണ്. അത് ജീവനുള്ള കാലത്തോളം അനുവദിക്കത്തില്ല. അത് മനസ്സിലാക്കിക്കോ നിങ്ങൾ കേട്ടാ. എന്തൊക്കെയാ കോൺഗ്രസ് ചെയ്യാത്ത കാര്യങ്ങൾ, എന്നിട്ട് ആ പാർട്ടിയെ വെറുതെ ഇങ്ങനെ വേട്ടയാടി. ഇപ്പോഴും ഭരണത്തിലിരിക്കുന്ന ഘട്ടത്തിൽ അങ്ങനെയെങ്കിലും നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഇപ്പൊ എന്തിനാ? ഇപ്പൊ ഞങ്ങൾ സ്റ്റേറ്റ് ഭരിക്കുന്നുണ്ടോ? സെൻട്രൽ ഭരിക്കുന്നുണ്ടോ? ഇല്ല. എന്നിട്ടോ ഈ ഗവൺമെന്റ് നടപ്പാക്കുന്നതൊക്കെ അത് കോൺഗ്രസ് കൊണ്ടുവന്നല്ലേ? അത് കോൺഗ്രസിന്റെ നയം അങ്ങ് നടപ്പാക്കുന്നു, കോൺഗ്രസിന്റെ ഇങ്ങനെയാക്കുന്നു. അപ്പൊ കോൺഗ്രസിന്റെ നയം തന്നെയായിരിക്കുമല്ലോ ശരിയുണ്ടാകുക അല്ലേ? അങ്ങനെയല്ല നമ്മൾ മനസ്സിലാക്കണ്ടേ? എന്തെങ്കിലും ഒന്ന് അറിയണം. ആരെങ്കിലും കിളിപ്പെടുത്താൻ സുഖപ്പെടുത്താൻ വേണ്ടിയിട്ട് 2 വരി കുത്തിക്കുറിച്ച് അങ്ങിടുക. ആ പറയുന്നത് കാര്യങ്ങളോ അതും ആരായി പറഞ്ഞ് കുത്തിക്കുറിച്ച് ഇടുന്ന്? ഞാൻ കൂടുതൽ ഓവറായി പോകും. അതുകൊണ്ട് ഞാൻ കൂടുതൽ ഒന്നും പറയാത്തത് കേട്ടാ. ആ മനുഷ്യൻ ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരു എന്താ പറയുക 10,000 കിലോമീറ്റർ നടന്ന് സഞ്ചരിച്ച് ജനങ്ങളോട് ഓരോരോ ഉറങ്ങുന്നവരെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെയായിരിക്കും അതിന്റെ ഭാവി. ഇന്ത്യയുടെ കാര്യം ഇങ്ങനെയാണ്. സ്വസ്ഥമായി ജീവിക്കണോ? നിങ്ങൾക്ക് പണ്ട് ഞങ്ങൾ ഒരു 20 വർഷം മുമ്പ് ഉള്ള ജീവിതം വേണോ എങ്കിൽ ഇതാണ് വിഷയം. ഇങ്ങനെ നിങ്ങൾ വോട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഈ ഫാസിസത്തെ അങ്ങ് എതിർക്കണം, തോൽപ്പിക്കണം. അതൊന്നും ആരും കേട്ടില്ല. എന്നിട്ട് ആ മനുഷ്യനെ ഇങ്ങനെ വേട്ടയാടുക. ഉറപ്പ് വേണ്ട ഇവറ്റകൾക്ക്. എന്നാ ഈ പാസ്സാക്കി നടപ്പാക്കിയ ഗവൺമെന്റിന് ഒരു വരിയൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഒരു വരി എവിടെയും ഞാൻ കാണുന്നില്ല. സകലമാന വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ക്യാപ്സ്യൂൾ അടക്കം വിഴുങ്ങി വന്നിട്ട് അങ്ങ് ഛർദ്ദിക്കുക. രാഹുൽ പോയില്ലേ, രാഹുൽ ഈ രാഹുലിനെതിരെ ഇവരില്ലാതെ പച്ചക്കളവ് കേരളം മുഴുവൻ പറഞ്ഞിരുന്നത് ഞങ്ങൾക്കറിയാം. ഇപ്പൊ രാഹുലിനെ വേണം. ഇതെന്തൊരു മറുമായടാ? ഞങ്ങൾക്കൊരൊറ്റ മുഖേ ഉള്ളൂ. ഞങ്ങളുടെ നിലപാട് എങ്ങനെയാ? ഒരൊറ്റ മുഖം വെച്ചിട്ടാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. അപ്പം കണ്ടവൻ അപ്പ എന്ന് വിളിക്കുന്ന പരിപാടിയൊന്നും ഞങ്ങൾക്കില്ല. അത് മനസ്സിലാക്കിക്കോ കേട്ടാ.